പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമം ഭരണഘടനയ്ക്കും മതേതര തത്വങ്ങൾക്കും എതിരാണെന്നും നിയമം സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ CPI ചൂണ്ടിക്കാട്ടുന്നത്? പ്രവിധ നടപ്പാക്കിയ നിയമം ചോദ്യം ചെയ്താണ് ഇപ്പോൾ CPI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി അത് ഭരണഘടനയ്ക്കും മതേതര തത്വങ്ങൾക്കും എതിരാണെന്നും നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഭയാനകമായ നിയമമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ നിയമത്തിനെതിരെ ലീഗും അതോടൊപ്പം തന്നെ DYFI കൂടാതെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഹർജികൾ ഇപ്പോൾ ഈ നിയമത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിയമപരമായ നടപടിയിലേക്കും പ്രതിപക്ഷം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ CPI കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPIയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.